കിളിയന്തര ഇടവക ആദ്യ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഡയമണ്ട് ജൂബിലി നിറവിൽ ആയിരിക്കുകയാണല്ലോ. ആദ്യമായി തന്നെ ഇടവകയെ ഈ ഒരു ഉന്നതിയിലേക്ക് നയിച്ച ഈ പരമകാരുണികനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം ഇടവകയിൽ നേതൃത്വം നൽകി അവരെ നയിച്ച എല്ലാ ബഹുമാനപ്പെട്ട മുൻ വൈദികരെയും നന്ദിയോടുകൂടി ഈ അവസരം അനുസ്മരിക്കുകയാണ്. ഇടവകയുടെ വളർച്ച എന്ന് പറയുന്നത് ഇത് അതിജീവനത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ, കൂട്ടായ്മയുടെ, സ്നേഹത്തിൻ്റെ, പരിഗണനയുടെയൊക്കെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലം ആണിത്. തീർച്ചയായിട്ടും ഈ ജനത്തിൻ്റെ കൂട്ടായ്മയുടെ അടയാളമായിട്ടാണ് ഇവിടെ ഇത്രയും വളർച്ചകൾ സാധ്യമായിരിക്കുന്നത്. അത് ആത്മീയ ഭൗതിക മേഖലകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഇടവകയെ നയിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. മുൻ വികാരി അച്ഛന്മാർ, ഇടവകയിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ഇടവകയുടെ കാരണവന്മാരായ ആളുകൾ, അത്യധ്വാനം ചെയ്ത് ഇപ്പോൾ ദൈവസ്ഥനിൽ വിശ്രമം നയിക്കുന്നവരെയെല്ലാം നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ ജൂബിലി നമ്മൾക്ക് നൽകുന്നത്. ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഇതേ കൂട്ടായ്മയോടുകൂടി മുൻപോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ജൂബിലി നമുക്ക് നൽകുന്ന, നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർന്നും ഇതുപോലെ തന്നെ മുൻപോട്ട് പോകാനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ണൂർ ജില്ലയിലെ വടക്ക് കിഴക്കൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മലയോര പ്രദേശമാണ് കിളിയന്തറ. പുഴയും റോഡും മനോഹരമായ കുന്നിൻ ചെരുവുകളും ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. വടക്ക് കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന കൂട്ടുപുഴയ്ക്കും തെക്ക് വള്ളിത്തോടിനും കിഴക്ക് ബാരാപ്പുഴയ്ക്കും പടിഞ്ഞാറ് കുന്നിൻ ചെരുവുകൾ നിറഞ്ഞ നിറങ്ങം ചിറ്റ നരിമട പ്രദേശങ്ങൾക്കും ഇടയിലുള്ള സ്ഥലമാണിത്. ആദ്യകാല കുടിയേറ്റ നിവാസികളായ ഭൂരിപക്ഷ സുറിയാനി കത്തോലിക്കരും പള്ളിയോ വൈദികരോ ഇല്ലാതെ വളരെ വിഷമിച്ചിരുന്നു. 1949 പേരാവൂർ പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട കുത്തൂരച്ചൻ കിളിയന്തര സന്ദർശിക്കുകയും ജോർജ് മുണ്ടിയാനിയുടെ വസതിയിൽ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൽ നിന്നും വന്നവർ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സുവർണ അവസരമായിരുന്നു ഈ ദിവ്യബലി ദിവസം. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ പിന്നിട്ടു. തങ്ങളെ വിശ്വാസ വഴികളിൽ സഞ്ചരിക്കുവാൻ കിളിയന്തരയിൽ ഒരു ദേവാലയം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. അതിൻ്റെ ഭാഗമായി വിശ്വാസികളുടെ ഒരു പ്രതിനിധി സംഘം കോഴിക്കോട് പോയി അഭിമന്യ പിതാവിനെ കാണുകയും അതനുസരിച്ച് പിതാവ് കിളിയന്തര സന്ദർശിക്കുകയും ഇന്ന് പള്ളി സ്ഥിതി ചെയ്യുന്ന കുന്നിൻ പ്രദേശം പള്ളിക്കായി നിർദ്ദേശിക്കുകയും ചെയ്തു. ആദ്യകാല കുടിയേറ്റ കർഷകരുടെ വേദനകളിലും യാതനകളിലും അവർക്ക് ശക്തി പകർന്നത് അവരിലുണ്ടായിരുന്ന അടിയുറച്ച ദൈവവിശ്വാസം മാത്രമായിരുന്നു. 1950 മെയ് മാസത്തോടെ ഇന്ന് കാണുന്ന ദൈവിക മന്ദിരം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മധ്യഭാഗത്ത് 2 മുറികളോട് കൂടിയ ഒരു കെട്ടിടം പണി തുടങ്ങി. പണി തീരുന്നതിന് മുൻപ് തന്നെ കിളിയന്തറ പള്ളിയുടെ പ്രഥമ വികാരിയായി ബഹുമാനപ്പെട്ട ജോർജ് പതിയിലച്ചൻ ചാർജ് എടുത്തു. പള്ളിയിലെത്തുന്ന സാധനങ്ങൾ ലേലം വിളിച്ചും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ടും പള്ളിപ്പണി പുരോഗമിച്ചു. കൂടാതെ പള്ളിപ്പണി തുടരാൻ പതിയിലച്ചൻ്റെ നേതൃത്വത്തിൽ നാട്ടിൽ പോയി 2000 രൂപ സംഭാവന പിരിച്ചുവാങ്ങി. പള്ളിപ്പണി നന്നായി പുരോഗമിക്കുന്നതിനിടെയാണ് ശക്തമായ കാറ്റിലും പേമാരിയിലും പണിതുയർത്തിയ ഭിത്തി നിലം പൊത്തിയത്. കൊടുങ്കാറ്റ് തകർത്ത ഭിത്തി വീണ്ടും നിർമ്മിക്കുവാനുള്ള അച്ഛൻ്റെ ശ്രമങ്ങൾക്ക് കിളിയന്തറക്കാർ പൂർണ്ണ പിന്തുണ നൽകി. മനം നൊന്ത് പ്രാർത്ഥിച്ചും മെയ് മറന്ന് കഠിനാധ്വാനം ചെയ്ത് വീണ്ടും ഭിത്തി കെട്ടിപ്പൊക്കി. യഥാർത്ഥത്തിൽ ആദ്യകാല കുടിയേറ്റ കിളിയന്തറ നിവാസികളുടെ മാനസിക ധൈര്യവും ഒത്തൊരുമയും ഇന്നത്തെ തലമുറ കണ്ടുപഠിക്കേണ്ടതാണ്. പള്ളിപ്പണി പുരോഗമിക്കുന്നതിനിടെയാണ് പതിയിലച്ചന് സ്ഥലം മാറ്റം ലഭിക്കുന്നത്. 1951 ബഹുമാനപ്പെട്ട തോമസ് പള്ളത്തൂഴി അച്ഛൻ കിളിയന്തറ ഇടവകയുടെ വികാരിയായി ചാർജ് എടുത്തു. പള്ളത്തൂഴി അച്ഛൻ്റെ വരവോടുകൂടി കിളിയന്തറ പള്ളിയുടെ പുരോഗതിയുടെ യുഗവും ആരംഭിച്ചു. 1954 മാർച്ച് 19 തലശ്ശേരി അതിരൂപത സ്ഥാപിതമാകുന്നത്. അന്നുണ്ടായിരുന്ന 21 പള്ളികളിൽ ഒന്നാണ് കിളിയന്തറ ഇടവക. അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി രൂപതാഭരണം ഏറ്റെടുത്ത ശേഷം ആദ്യം സന്ദർശനം നടത്തിയ പള്ളികളിൽ ഒന്നാണിത്. പള്ളിക്ക് വേണ്ടി കാട് വെട്ടിത്തെളിച്ച് പണി ആരംഭിക്കുമ്പോൾ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഇലഞ്ഞുമറ്റത്തിൽ കുഞ്ഞച്ചൻ
3 മൂർഖൻ പാമ്പുകളെ കാണുകയും അവിടെ പണിയെടുത്തവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഈ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ അവിടെ എത്തിച്ചേർന്ന ആളുകൾ അതിനെ വകവരുത്തി പാമ്പിൻ്റെ തല തകർത്ത പരിശുദ്ധ അമലോദ്ഭവ മാതാവിൻ്റെ രൂപം പുതിയ പള്ളിയിൽ പ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതാണ് കിളിയന്ത്രപ്പള്ളി പരിശുദ്ധ അമലോദ്ഭവ മാതാവിൻ്റെ നാമധേയം സ്വീകരിച്ചതിന് കാരണമായി തീർന്നത്. കിളിയന്തറ മാതാവിനോട് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായതായി ഒരുപാട് പേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കിളിയന്തറപ്പള്ളിയുടെ ആദ്യ തിരുനാൾ 1950 പതിയിലച്ഛൻ്റെ നേതൃത്വത്തിൽ ആഘോഷപൂർവ്വം കൊണ്ടാടി. പള്ളത്തുകുഴി അച്ഛൻ്റെ ശ്രമഫലമായി 1953 കിളിയന്തറയിൽ ഒരു എലിമെൻ്ററി സ്കൂളിന് അനുമതി ലഭിച്ചു. ബഹുമാനപ്പെട്ട പള്ളത്തുകുഴി അച്ഛൻ തന്നെയായിരുന്നു ഹെഡ് മാസ്റ്റർ. ദേവാലയത്തിൽ തന്നെയാണ് ക്ലാസ് മുറികൾ ക്രമീകരിച്ചത്. ഇന്നീ നാട്ടിൽ കാണുന്ന ഗ്രാമീണ റോഡുകളുടെ ശില്പി പള്ളത്തുകുഴി അച്ഛനാണ്. കിളിയന്തറ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചതും അച്ഛനാണ്. 1954 പുതിയ വികാരിയായി ചുമതലയേറ്റത് മാത്യു മണ്ണുകുശുമ്പിൽ അച്ഛനായിരുന്നു. നമ്മൾ ഇന്ന് വള്ളിത്തോട് കാണുന്ന ഗീവർഗീസ് പുണ്യാളന്റെ പേരിലുള്ള കുരിശുവള്ളി പണിതത് ബഹുമാനപ്പെട്ട മണ്ണുകുശുമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. നിത്യസഹായ മാതാവിൻ്റെ നൊവേന ആരംഭിച്ചതും അച്ഛൻ്റെ കാലത്താണ്. 1954 തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ നിന്നുവരെ വിശ്വാസി സമൂഹം ഒഴുകിയെത്തിയിരുന്ന ഭക്തിനിർഭരമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇന്നും പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്നു. ദേവാലയത്തിന് ചുറ്റും റബ്ബർ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചതും LP സ്കൂളിന് മുന്നിലെ മൈതാനം പൊതുപണിയിലൂടെ പൂർത്തിയാക്കിയതും മാത്യു മണ്ണുകുശുമ്പിലച്ചൻ വികാരിയായിരുന്ന സമയത്താണ്. പൂർണ്ണമായും ഇടവകക്കാരുടെ ശ്രമഫലമായി തന്നെയാണ് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത്. കിളിയന്തറ UP സ്കൂളിനെ ഹൈസ്കൂളാക്കി ഉയർത്തുന്നതിൽ വേണ്ട ശ്രമങ്ങൾ നടത്തിയത് 1961 കിളിയന്തറ പള്ളിയുടെ വികാരി പദവി അലങ്കരിച്ച ബഹുമാനപ്പെട്ട മാത്യു പാലമറ്റത്തിൽ അച്ഛനാണ്. ദേവാലയത്തിന് ചുറ്റുമുള്ള മാവുകളും മറ്റ് തണൽ വൃക്ഷങ്ങളും അച്ഛൻ വച്ചുപിടിപ്പിച്ചതായിരുന്നു. 1973 കിളിയന്തറ ഇടവക വികാരിയായി നിയമിതനായ ജോർജ് തടത്തിൽ അച്ഛനാണ് കിളിയന്തറ സെൻറ് മേരീസ് ദേവാലയത്തിന് മനോഹരമായ ഒരു മുഖവാരവും ഹൈസ്കൂളിനൊരു പുതിയ കെട്ടിടവും നിർമ്മിക്കാൻ ഇടവക ജനത്തിന് നേതൃത്വം നൽകിയത്. 1975 അച്ഛൻ്റെ സാന്നിധ്യത്തിൽ പള്ളിയുടെ രജത ജൂബിലി സമുചിതമായി ആഘോഷിക്കുകയും അതിൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്മരണിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനുശേഷം വികാരിയായി ചാർജ് എടുത്ത ജോസഫ് മുണ്ടന്താനം അച്ഛനാണ് വള്ളിത്തോട്ടിലെ ബാങ്ക് കെട്ടിടം പണിയാൻ നേതൃത്വം നൽകിയത്. കിളിയന്തറ പള്ളിയുടെ ഇന്ന് കാണുന്ന പള്ളിമുറി കുര്യാക്കോസ് കവളക്കാട്ടച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയത്. സ്കൂളിലേക്കും പള്ളിയിലേക്കുമുള്ള ശുദ്ധജല വിതരണത്തിൻ്റെ കുളം നിർമ്മിച്ചതും റബ്ബർ റീപ്ലാന്റ് ചെയ്തതും അച്ഛൻ്റെ അജപാലന കാലത്താണ്. കച്ചേരിക്കടവ് പാലത്തിനടുത്ത് ഇന്ന് നാം കാണുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ കപ്പേള 1983 പണി പൂർത്തിയായി. ഈ സമയത്തെ കിളിയന്തറ ഇടവക വികാരി അബ്രഹാം തോണിപ്പാറ അച്ഛനായിരുന്നു. അതുപോലെ സെമിത്തേരി വൃത്തിയാക്കാനും നവീകരിക്കാനും അച്ഛൻ്റെ അജപാലന കാലത്ത് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ശക്തമായ ഒരു യുവജന കൂട്ടായ്മ ആരംഭിക്കാൻ അച്ഛന് സാധിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയം ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പഴമക്കാരായ ഞങ്ങൾക്ക് ഒത്തിരി നല്ല സന്തോഷം നൽകുന്നതാണ്. കാരണം മാതാവിനെ പറ്റിയുള്ള ഓർമ്മകളിലും ചിന്തകളിലും ധ്യാനങ്ങളിലും പഠിപ്പിക്കപ്പെട്ടവരായ ഞങ്ങൾ, മാതാവിൻ്റെ ഭക്തരായി വളർത്തപ്പെട്ട ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുക വലിയ സന്തോഷമായിട്ട് കണക്കാക്കിയിരുന്നു. 500ഓളം വീടുകളുള്ള ഇടത്തിൻ്റെ ഉടകയായിരുന്നു. വലിയതല്ല, ഒത്തിരി വലുതല്ല, ഒത്തിരി ചെറുതുമല്ലാത്ത ഇടവക, സേവനം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഇടവക. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും 6-7 പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഈ 3 വർഷത്തിനിടയിൽ സന്ദർശനം നടത്താനും അവരുടെ സുഖദുഃഖങ്ങൾ പങ്കുചേരാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമായിട്ട് എനിക്ക് തോന്നുകയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ കുടുംബ കൂട്ടായ്മയുടെ ആദ്യ രൂപമായ പ്രാർത്ഥനകൾ ഞാൻ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് വീടുകളിൽ 10-20 വീടുകൾ പോകും. ആ വീട്ടുകാർ ഒരുമിച്ച് കൂടും, പ്രാർത്ഥിക്കും. ഇന്നത്തെ എൻ്റെ ഒരു പൂർവ്വ രൂപമായിരുന്നത് അത് സങ്കല്പിക്കാൻ സാധിച്ചു. അത് വലിയൊരു അനുഭവമായിരുന്നത്. അതുകൊണ്ട് തന്നെ 3 വർഷം കഴിയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, വികാരിച്ചൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കൂട്ടുകുടുംബമായിട്ട് ഇടവക സ്നേഹത്തിലും ഐക്യത്തിലും നന്മയിലും പ്രവർത്തിച്ചിരുന്നു. ഞാനെന്നും അത് ഒത്തിരി സന്തോഷത്തെ ഓർക്കാറുണ്ട്. ഞാൻ പലപ്പോഴും അന്നും പറയാറുണ്ടായിരുന്നു, ഒരു മാതൃക ഇടവകയായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കിളിയന്തറയാണ് എന്ന്. കിളിയന്തറ ഇടവകയിലെ മദ്യവർജന പ്രസ്ഥാനത്തെ സജീവമാക്കുകയും ഈ പ്രസ്ഥാനത്തിന് ധീരമായ നേതൃത്വം നൽകുകയും ചെയ്തത് മോൺസിഞ്ഞോർ തോമസ് തൈത്തോട്ടത്തിൽ അച്ഛനായിരുന്നു.
ക്ലിയന്തര സ്കൂളിൻ്റെ ഓഡിറ്റോറിയം പൂർത്തീകരിച്ചത് അച്ഛൻ്റെ അജപാലന കാലത്തായിരുന്നു. ക്ലിയന്തര പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിലുള്ള പള്ളി അതിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുകയെന്ന ഈ അവസരത്തിൽ ഞാൻ ഇടവകയ്ക്കും ഇടവക്കാർക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. മറക്കാനാവാത്ത ഒരു കാര്യം, അവിടെ ഈ സ്കൂളിനടുത്ത് തന്നെ അവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു. ആ കള്ള് ഷാപ്പിൽ സ്ഥിരമായിട്ട് പോകുന്ന കുറേ മദ്യപാനികൾ അവിടെ ഉണ്ട്. അപ്പം ജനങ്ങൾ തന്നെ അതിന് നേരിട്ട് രംഗത്ത് വന്നു. അത് ഞങ്ങൾ കുറേ ദിവസത്തെ സമരങ്ങൾ നടത്തി അത് മാറ്റുവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ ഉടമസ്ഥൻ മാറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഒരു ഞായറാഴ്ച കുർബാനയിടയ്ക്ക് നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. പക്ഷെ ആ ഒരു 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 പ്രഖ്യാപനം ഇടുത്തി പോലാണ് ഇടവക്കാരെ ബാധിച്ചത്. അപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് നിരവധി ആളുകൾ എൻ്റെ അടുക്കൽ വന്നു, അച്ഛൻ നിരാഹാരം എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിരാഹാരത്തിന് നിർബന്ധമുള്ള ആളല്ല, പക്ഷേ ഈ ഷാപ്പിന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. 75 ദിവസം സമരം നടത്തിയിട്ടും അതിൻ്റെ ഉടമ ഈ ഷാപ്പ് മാറ്റാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഞാൻ നിരാഹാരത്തിന് നിർബന്ധിതനായതാണ്. അതുകൊണ്ട് ഷാപ്പ് മാറ്റുന്നു, ആ നിമിഷം ഞാൻ എൻ്റെ നിരാഹാരം പിൻവലിക്കും. പക്ഷെ ഏതാനും മണിക്കൂറുകൾക്കകം അവിടെ ഇടവകയിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഒത്തുകൂടി അവരതിൻ്റെ ഉടമസ്ഥനെ കണ്ട് എൻ്റെ ഷാപ്പ് പിൻവലിച്ചു. അതോടുകൂടി ഞാൻ അന്ന് തന്നെ നിരാഹാര സത്യാഗ്രഹം പിൻവലിക്കുകയും ചെയ്തു. അത് ജീവിതത്തിലെ വലിയൊരു സംഭവമായിട്ട് ഞാൻ കരുതുകയാണ്. അതുപോലെ ക്ലിയന്തരക്കാരുടെ സഹകരണം അത്രയ്ക്ക് വലുതായിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ അന്ന്. 1993 കിളിയന്തർ പള്ളിയുടെ വികാരിയായി ചാർജ് എടുത്ത ജോസഫ് കദളിയിലച്ചൻ്റെ കാലത്താണ് കുടിയേറ്റ ആരംഭത്തിൽ നിർമ്മിച്ച പള്ളിക്കെട്ടിടം പുതുക്കി പണിയണമെന്ന് പാരിഷ് കൗൺസിലും പൊതുയോഗത്തിലും തീരുമാനിച്ചത്. നിലവിലുണ്ടായിരുന്ന പള്ളി അപകടാവസ്ഥയിലായിരുന്നപ്പോൾ അതുകൊണ്ടത് പുതുക്കി പണിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നന്നായി സഹകരിച്ചു. പിന്നെ അവരുടെ സഹകരണം കൊണ്ട് തന്നെയാണ് ആ പള്ളി പണി പൂർത്തിയാക്കിയത്. പുറത്തുനിന്ന് ഇടവയ്ക്ക് പുറത്തുനിന്ന് ഒരു സഹായത്തിനും പിരിവിനും ഒന്നും പോയിട്ടില്ല. ഫണ്ടിങ്ങിന് ഏജൻസികളെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഫണ്ടിങ്ങിന് വേറെ ആരെങ്കിലും സമീപിക്കുകയോ ചെയ്തിട്ടില്ല. നന്നായിട്ട് സഹകരിച്ച് തങ്ങളുടെ ആവശ്യമാണ്, തങ്ങളുടെ പള്ളി തങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടാവണം എന്ന ഒരു നല്ല ബോധ്യമുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് അതിനോട് എല്ലാവരും സഹകരിച്ചു. കദളിയിലച്ചന് സ്ഥലം മാറ്റം കിട്ടിയതിനു ശേഷം പള്ളിയുടെ ബാക്കി പണികൾ പൂർത്തിയാക്കിയത് 1998 ജോസഫ് മമ്മള്ളിക്കുന്നിൽ അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു. അഭിവന്ദ്യ പിതാവ് മാർ ജോർജ് വലിയമറ്റം പള്ളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടത്തി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം പള്ളിപ്പണിയോടനുബന്ധിച്ച് നടക്കേണ്ടിയിരുന്നതും മാറ്റിവെച്ചതുമായ പള്ളിമുറ്റത്തിൻ്റെ ചുറ്റുമതിൽ കെട്ടലും സ്റ്റെപ്പിൻ്റെ ബാക്കി പണികളും കൊടിമര നിർമ്മാണവും പുതിയ കല്ലറകളുടെ പണിയും നടന്നത് 2000 വികാരിയായിരുന്ന ജോസഫ് ആനിത്താനമച്ചൻ്റെ അജപാലന കാലത്തായിരുന്നു. പറ്റി നല്ല ഓർമ്മകളാണ് എനിക്ക് അനുസ്മരിക്കാനുള്ളത്. അവിടെ പഴയ കാലങ്ങളിൽ ഒത്തിരി ആളുകൾ അകലങ്ങളിൽ നിന്ന് വരുമായിരുന്നു. ഒരച്ഛൻ തന്നെ 10 കിലോമീറ്റർ അകലെ നിന്നും നടന്ന് അവിടെ ചെറുപ്പകാലത്ത് അവിടെ നൊവേനയിലെ മാതാവിൻ്റെ നൊവേനയിൽ സംബന്ധിക്കാൻ വേണ്ടി വന്ന കാര്യം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ആ ഇടവകയുടെ നിർമ്മിതിയിൽ ഒത്തിരി വൈദികർ ആദ്യ കാലഘട്ടം മുതൽ അവിടെ ഇടവകയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ച നിരവധി വൈദികരുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. ഞാനാണ് അതിന് നേതൃത്വം നൽകിയത്. കാരണം അതൊരു ചരിത്രമാണ്. നിരവധി വൈദികർ വിഭജനത്തോടൊപ്പം സഹകരിച്ചപ്പോഴാണ് നാടിന് പുരോഗതി ഇടവകയ്ക്ക് നന്മയും ഉണ്ടാകുന്നത്. അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ ഓർമ്മിക്കുകയും ചെയ്യും. ഒരുപാട് പൂർവ്വപിതാക്കന്മാരുടെ അധ്വാനത്തിന്റെ വിയർപ്പ് കണം വീണ മണ്ണായതുകൊണ്ടായിരിക്കണം ഇന്നും നമ്മുടെ ഇടവക ശക്തിയോടെ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. വിവാഹ സൽക്കാരം പോലുള്ള ആവശ്യങ്ങൾക്ക് സാധാരണയായി ആദ്യകാലങ്ങളിൽ സ്കൂളിലെ ഓഡിറ്റോറിയമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. 2007 വികാരിയായി ചാർജ് എടുത്ത ജോസഫ് വലിയകണ്ഠത്തിൽ അച്ഛൻ്റെ അജപാലന കാലത്താണ് ഇന്ന് നാം കാണുന്ന മാതാ ഹാൾ പണി കഴിക്കപ്പെട്ടത്. അതുപോലെ ഹൈസ്കൂളിനെ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയതിനു ശേഷം ഹൈസ്കൂളിനോട് ചേർന്ന് തന്നെ മനോഹരമായ ഹയർ സെക്കൻഡറി കെട്ടിടം നിർമ്മിച്ചതും വലിയകണ്ഠത്തിൽ അച്ഛൻ്റെ മേൽനോട്ടത്തിലായിരുന്നു.
2012 സെബാസ്റ്റ്യൻ വാഴകാട്ടച്ചൻ കിളിയന്തറ ഇടവകയുടെ വികാരിയായി ചുമതലയേറ്റു. ഇന്ന് നാം അൾത്താരയിൽ കാണുന്ന മനോഹരമായ കൊത്തുപണികൾ ആ കാലത്ത് ചെയ്തതാണ്. നമ്മുടെ LP സ്കൂളിലും പള്ളിയിലുമായി ഉണ്ടായിരുന്ന ഓട്ടുറുമ ശല്യം അവസാനിച്ചത് ഈ കാലത്തായിരുന്നു. പരിശുദ്ധ അമ്മയുടെ നൊവേന നടന്നിരുന്ന ഇടവകയായിരുന്നു കിളിയന്തറ. ധാരാളം ആൾക്കാർ അവിടെ വന്നു പോയിക്കൊണ്ടിരുന്നു. ഞാനും കുഞ്ഞുനാളിൽ അവിടെ വന്നിരുന്നു. ചെറുപ്പത്തിൽ കിളിയന്തറ നൊവേനയ്ക്ക് വരാനും അതുപോലെ തന്നെ പള്ളിയിലെ തിരുനാളിന് വരാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് എൻ്റെ ഓർമ്മയിലുള്ള കിളിയന്തറ പരിശുദ്ധ അമ്മയുടെ നൊവേനയാൽ പ്രസിദ്ധമായ ദേവാലയമായിട്ടാണ് എന്നെ ഞാൻ ഓർക്കുന്നത്. നമ്മുടെ ഇടവകയുടെ ദൈവാനുഗ്രഹ സ്രോതസ്സായി മാറിയ പ്രോൺഷ്യാൾ മഠത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായതും ഈ നാളുകളിലായിരുന്നു. നമ്മുടെ കിളിയന്തറയിലെ ഇടവക ദേവാലയം ആരംഭിച്ചിട്ട് ഇപ്പോൾ 75 വർഷം പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും കൂടി ഇരിക്കുന്നത്. എല്ലാവരും സന്തോഷപൂരിതമായി ഈ അന്തരീക്ഷത്തിൽ ഈ ജൂബിലിയുടെ എല്ലാ ആശംസകളും ഞാനിപ്പോൾ നേരുകയാണ്. എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ച കുർബാനയുടെ പ്രദർശനം. അത് ഒരു പള്ളിയിലും ഈ പെരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയുടെ പ്രദർശനം നടത്താറില്ല. ഇവിടെ എനിക്കത് ഒത്തിരി എന്നെ ഈശോയുടെ സ്നേഹത്തിലോട്ട് കുറെ കൂടി അടുപ്പിക്കാനും അങ്ങനെ ഒരു നല്ല അനുഭവത്തിലേക്ക് കൊണ്ടുവരണം, ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനൊക്കെ ഉപകരിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയുടെ പ്രദർശനം. അതിലൂടെയാണ് ഞങ്ങൾ ആരാധന സഭയിലെ അംഗങ്ങളാണല്ലോ. അപ്പോൾ ആരാധന സഭയിലെ അംഗങ്ങളെ ഇവിടെ കൊണ്ടുവരുവാനുള്ള ഒരു ചാൻസും വിശുദ്ധ കുർബാനയുടെ ഈ പ്രദർശനവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേർക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട കിളിയന്തറ ഹൈസ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചത് ബഹുമാനപ്പെട്ട പോത്തനാമല അച്ഛൻ്റെ അജപാലന കാലത്തായിരുന്നു. കിളിയന്തറ ഇടവക സ്ഥാപിതമായിട്ട് 75 വർഷം പൂർത്തിയാകുന്ന ഈ വജ്ര ജൂബിലി വർഷം, അതിൻ്റെ ഓർമ്മ അനശ്വരമാക്കുന്നതിന് വേണ്ടി ഇടവക സമൂഹം താല്പര്യപ്പെടുന്നു, ഒരുങ്ങുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ജൂബിലി ആഘോഷത്തിൻ്റെ വേളയിൽ അതിന് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ തുടർന്നും സജീവമായ നല്ല പ്രവർത്തനങ്ങളെ കാഴ്ചവയ്ക്കുന്ന ഒരു ഇടവക സമൂഹമായിട്ട് കിളിയന്തറ മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ യാചിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട തോമസ് തയ്യിൽ അച്ഛനാണ്. കർത്തവ്യബോധവും അർപ്പണ മനോഭാവവും കൊണ്ട് ഇടവക ജനത്തെ ഈശോയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റാൻ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇടവകയുടെ 75ാം ജൂബിലിയിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതിക്ക് അച്ഛൻ തുടക്കമിട്ടു. നരിമടയിലെ മുത്തിയമ്മ കപ്പേളയുടെ പൂർത്തീകരണവും സെമിത്തേരിയിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്തതും, മഴക്കാലത്ത് മണ്ണും ചെളിയും നിറഞ്ഞ ചുറ്റുപാട് ഇൻ്റർലോക്ക് ഇട്ടതും, കൂട്ടുപുഴ വേളാങ്കണ്ണി മാതാവിൻ്റെ കപ്പേളയിൽ കൂടുതൽ ആളുകൾക്ക് വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കുചേരാൻ സാധിക്കുന്ന തരത്തിൽ നവീകരിച്ചതും തോമസ് അച്ഛൻ്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ പെടുന്നു. ഇടവക ദേവാലയത്തിൽ എല്ലാവർക്കും ഇരിക്കാനാവശ്യമായ ചാരുബെഞ്ച് നിർമ്മിച്ചത് തോമസ് തയ്യിൽ അച്ഛൻ്റെ അജപാലന കാലത്താണ്. മലയോര മക്കളുടെ ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ പരിശുദ്ധ അമലോദ്ഭവ മാതാവിൻ്റെ നാമധേയത്തിലുള്ള നമ്മുടെ ഇടവക പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുവാനുള്ള അച്ഛൻ്റെ പരിശ്രമങ്ങൾക്ക് ഇടവക കുടുംബം പൂർണ്ണ പിന്തുണ നൽകി. ആദ്യകാലത്ത് കിളിയന്തറ ഇടവകയുടെ ഭാഗമായിരുന്ന ചരൾ, കച്ചേരിക്കടവ്, പേരട്ട, പെരിങ്കരി, മുടയിരഞ്ഞി എന്നീ പ്രദേശങ്ങൾ സ്വതന്ത്ര ഇടവകകളായി മാറി. ആദ്യകാലങ്ങളിൽ മലമ്പനിയെയും മലമ്പാമ്പുകളെയും ചെന്നായ്ക്കളെയും കാട്ടുപോത്തുകളെയും മറ്റ് വന്യമൃഗങ്ങളെയും ഭയപ്പെടാതെ കാട് വെട്ടിത്തെളിച്ച് ഓലമേഞ്ഞ ഒരു മുറിയിൽ നിന്നും ആരംഭിച്ച നമ്മുടെ ഇടവകയുടെ ജൈത്രയാത്ര ആർക്കും അഭിമാനിക്കാവുന്ന ഈ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ കിളിയന്തറക്കാരായ നമുക്ക് സന്തോഷിക്കാം. ഇത്രയും ചരിത്ര പാരമ്പര്യമുള്ള ഒരിടവകയുടെ ഭാഗമായി തീരാൻ ദൈവം അനുവദിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഇവയുടെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണവും പരിപാലനയുമായിരുന്നുവെന്ന് നമുക്ക് ഏറ്റുപറയാം. ഇത് ഒരു സ്നേഹത്തിൻ്റെ കഥയാണ്, ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ കിളിയന്തറ പള്ളിയുടെ കഥ.